കേരളത്തിലൊരൊറ്റ ഹരിത MLA ഉണ്ടായിട്ടുള്ളൂ. അത് PT തോമസാണ്. TN പ്രതാപൻ എന്ന് പറയുന്നൊരു സാധനം ഊതി വീർപ്പിച്ച ബലൂണാന്ന് കാലങ്ങളായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഷാജി ആ കൂട്ടത്തിൽ എങ്ങനെ പെട്ടുപോയി? KM ഷാജി വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ ഇവന്മാരെ കിണിയിൽ എങ്ങനെയോ പെട്ടുപോയി. എന്താണ് കാര്യം? മന്ത്രിയുടെ കുപ്പായൊക്കെ ഇട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ മന്ത്രിസഭ വന്നപ്പോൾ സതീഷിനെ അടുപ്പിച്ചില്ല. സതീഷിനെ അടുപ്പിക്കാതിരുന്ന ഉമ്മൻചാണ്ടിക്ക് സതീഷിൻ്റെ എല്ലാ തരികടകളും അറിയാം. സോളാർ നായികയ്ക്ക് ഉള്ളതുപോലെയുള്ള പങ്ക്, PC ജോർജിനുള്ളതുപോലെയുള്ള പങ്ക് പ്രത്യക്ഷത്തിലല്ലെങ്കിലും ഉള്ള ആളുകളാണ് VD സതീശൻ ഉൾപ്പെടെയുള്ളവരെന്ന് ഞാൻ പറയും. കാരണം VD സതീശനൊക്കെ പുള്ളിയെ അത്ര പിന്നിത് മുത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾക്കകത്ത് സപ്പോർട്ട് ചെയ്തിട്ട് എത്ര പ്രസംഗങ്ങളിൽ പെർഫോം ചെയ്തിട്ടുണ്ട് സതീശൻ. സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ ബലിയടിക്കുന്ന അവസ്ഥയിലേക്ക് ഏതവർ പോയാലും ഏത് പാർട്ടിക്കകത്ത് പോയാലും അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ്. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. നിലമ്പൂർ തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ 2016 മുമ്പുള്ള VD സതീശൻ്റെയും അന്നത്തെ TN പ്രതാപൻ ഹരിത MLAമാരുടെയൊക്കെ ചില വീഡിയോകൾ കിടന്ന് ഓടിക്കളിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ഈ കേരളത്തിലെ UDFനകത്ത് അച്ചടക്കം നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കർക്കശ നിലപാടുമായിട്ട് നിൽക്കുന്ന ആളുകളുടെ അന്ന് ചെയ്തിട്ടുള്ള ചില അച്ചടക്ക രാഹിത്യം, എനിക്ക് തോന്നുന്നു 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സമാധാനം നിലനിന്നിട്ടുള്ള, അതായത് ക്രമസമാധാന നില 100% പെർഫെക്റ്റ് ആയിരുന്ന ഒരു മിനിസ്ട്രി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അങ്ങേക്ക് വിരുദ്ധ അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആകെ അദ്ദേഹത്തെ പിടിച്ചുലച്ചത് എന്ന് പറയുന്നത് സരിതയുമായി ബന്ധപ്പെട്ടുള്ള സോളാർ ഇഷ്യൂ ആണ്. അതല്ലാതെ കണ്ട് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതികൾ ഒരുപാടുണ്ട്. ആ സമയത്ത് വിഴിഞ്ഞം ഉൾപ്പെടെ, എന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരുപാട് പദ്ധതികൾ വിഭാവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടിക്ക് സാധിച്ചിട്ടുണ്ട്. 2016 രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാർ വരാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഹരിത MLAമാരാണോ? ഹരിത MLAമാരതിൽ അവരുടേതായ വലിയൊരു പങ്ക് സംഭാവന ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അത് മാത്രമാണ് കാരണം എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം VS അച്യുതാനന്ദൻ തന്നെ വീണ്ടും വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായി നിൽക്കുന്ന സമയം ഈ അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കിട്ടിച്ച സംഭവമാണല്ലോ നടന്നത്. കാരണം അച്യുതാനന്ദനെ 140 മണ്ഡലങ്ങളും അച്യുതാനന്ദൻ്റെ പൂട് വെക്കുന്നു, അച്യുതാനന്ദനെ എല്ലായിടത്തും ക്യാമ്പയിന് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇയാൾ നേരെ മുഖ്യമന്ത്രി ആവുന്നു. പക്ഷേ അതേസമയം ഹരിത MLAമാരെന്ന് പറഞ്ഞാൽ ഹരിത MLAമാരെന്ന് മാത്രമല്ല യുവ MLAമാരെന്നൊക്കെ ആയിരുന്നു. അവർ തന്നെ അവരെ വിളിക്കുക. ഞാൻ എന്നെ വിമൽകുമാർ എന്നാണ് വിളിക്കുന്നത് പറഞ്ഞ പോലെ യുവ MLAമാരെന്ന് പറഞ്ഞാൽ ഓക്കെ, ഷാഫി ഓക്കെ, ബലറാം ഓക്കെ. ഷാജി ആ കൂട്ടത്തിൽ എങ്ങനെയോ പെട്ടുപോയി. KM ഷാജി വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ ഇവന്മാരെ കിണിയിൽ എങ്ങനെയോ പെട്ടുപോയി. ഇതിനകത്ത് VD സതീശന് അന്ന് 53-54 വയസ്സുണ്ട്. VD സതീശനും യുവ MLA ആയിരുന്നു ഇവരുടെ കൂട്ടത്തിൽ. മറ്റവരെ അപ്പം ശരിക്കും പറഞ്ഞാൽ മറ്റവരെ അപ്പം യുവാവെന്ന് വിളിക്കരുത്, മറ്റവരെ ബാലന്മാരെന്നോ കൗമാരക്കാരെന്നൊക്കെ വിളിക്കണം. ഇത് VD സതീശൻ യുവാവാണ്. അത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാര്യം. ഇപ്പം ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ഒരു അജ്ഞാത മൃതദേഹം കണ്ടു, അപ്പോൾ അതിനകത്ത് എഴുതും 55 വയസ്സുള്ള വൃദ്ധന എന്നൊക്കെ എഴുതും പത്രക്കാർ. അതേസമയം രാഷ്ട്രീയക്കാരാണെന്നുണ്ടെങ്കിൽ യുവതുർക്കി അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ കുഴപ്പമുണ്ട്. പക്ഷേ ഹരിത MLAമാരെന്ന് പറഞ്ഞാൽ കേരളത്തിലൊരൊറ്റ ഹരിത MLA ഉണ്ടായിട്ടുള്ളൂ. അത് PT തോമസാണ്. കാരണം വിവാദമായിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്തൊക്കെ ഇടപെടുകയും സാധാരണ കർഷകർക്ക് വേണ്ടി ശബ്ദിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പാർലമെൻറ്റിലെ ഒരു അവസരം വരെ നിഷേധിക്കപ്പെട്ട ആളാണ് PT തോമസ്. PT തോമസ് എവിടെ കിടക്കുന്നു, ഇവരെവിടെ കിടക്കണം. ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിയാമ്പതിയിലോട്ട് ഇവർ പോയല്ലോ. നെല്ലിയാമ്പതിയിലൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ പോയി. കാരണം ഇവന്മാർ വനം വകുപ്പിൻ്റെ വാച്ചർമാരായി സ്വയം അങ്ങ് പോയി. ഇപ്പം നെല്ലിയാമ്പതിയിലും ടൂർ പോയതാ, നല്ല ജീൻസും ഇതൊക്കെ ഇട്ടിട്ട് ടൂർ പോയി പോന്നു. പിന്നെ അതിനകത്തുണ്ടായിരുന്ന വേറൊരു മുതൽ TN പ്രതാപനാണ്. TN പ്രതാപൻ എന്ന് പറയുന്നൊരു സാധനം ഊതി വീർപ്പിച്ച ബലൂണാന്ന് കാലങ്ങളായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. പുള്ളിയുടെ പരിപാടി എന്താ അറിയോ? പെട്ടെന്ന് ആരെ കണ്ടാലും കെട്ടിപ്പിടിക്കുക, ആരെ കണ്ടാലും അങ്ങ് പിന്നെ കയറി ഇതാകുക. ഈ TN പ്രതാപനെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് ഖത്തറിലെ പ്രോഗ്രാമിലാണ്. അവരൊരു 10,000 പേര് ചേർന്നിട്ടുള്ള വിശാലമായൊരു സമ്മേളനമാണ്. എനിക്ക് 2 സെഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു സെഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ സെഷൻ ഇവരുടെ പൊതുസമ്മേളനമാണ്. അതിനകത്ത് TN പ്രതാപൻ ഉദ്ഘാടകനും ഞാൻ മുഖ്യപ്രാസംഗികനെ. പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ പേര് ഒക്കെ മറ്റേ നോട്ടീസൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു വീട്ടിലെന്താ വിളിക്കുന്നത്? അതേപോലെ എന്നെ രാജു എന്നാണ് വിളിക്കുന്നത്. അന്ന് പരിചയപ്പെട്ട എന്നെ പിന്നെ സ്റ്റേജിനകത്ത് പിന്നെ പുള്ളി പ്രസംഗിക്കുമ്പോൾ ഉദ്ഘാടനത്തിനടുത്ത് ഇടയ്ക്ക് പ്രിയപ്പെട്ട രാജു എന്നൊരു 3-4 പ്രാവശ്യം പറഞ്ഞു. ഇതാണ് പുള്ളിയുടെ ഗിമ്മിക്സ് എന്ന് പറയുന്നത്. പുള്ളി ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ പുള്ളിയുടെ വീട്ടിൽ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ, പത്രക്കാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ആരെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അപ്പം പുള്ളിയുടെ ഭാര്യ അപ്പുറത്ത് തയ്യൽ മെഷീൻ, ഇത് പഴയ തയ്യൽ മെഷീൻ നമ്മളെ മാനുവലായിട്ട് യൂസ് ചെയ്യുന്ന ചവിട്ടുന്നത്, ഇതിരുന്ന് ചവിട്ടാൻ തുടങ്ങും. അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. എന്നിട്ട് പുള്ളി പറയും ആ ശബ്ദം കേട്ടോ, എന്താ അപ്പോൾ എന്താണെന്ന് മനസ്സിലായോ? എനിക്ക് ഈ കിട്ടുന്നതുകൊണ്ടൊന്നും നടക്കുന്നില്ല. അരി വാങ്ങി പോകുന്നത് ഭാര്യ തയ്യൽ ടൈലറിങ് നടത്തിയിട്ടാണ്. ഇത് പറയും കൃത്രിമമാണ്, നല്ല വിളവ് പഠിച്ചതാ. അതേപോലെ തന്നെ അവിടെ തിപ്രയാറ് പിന്നെ ഒരു പ്രാവശ്യം അവിടെ ബീച്ചിൽ ഇവർ പത്രക്കാരെല്ലാം കൂടെ ഇവൻ്റെ ഉഡായ്പ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു പണി കൊടുക്കണം എന്ന് എഴുതിയിരിക്കുക. പ്രതാപൻ അവിടെ വന്നപ്പം എന്തൊരു ഫംഗ്ഷനായിരുന്നു. ഫംഗ്ഷൻ വേണ്ടി വന്നപ്പം ഈ കടലയൊക്കെ വിൽക്കുന്ന ഒരു പാവം അമ്മയോടെ ഇരിപ്പുണ്ട്. ഈ അമ്മയുടെ അടുത്തോട്ടം കൂടി ചെല്ലുന്നു, കെട്ടിപ്പിടിക്കുന്നു.
ഇവരെല്ലാം ഫോട്ടോ മിന്നിച്ചുകൊണ്ടേയിരുന്നു, ഫ്ലാഷ് അടിച്ചുകൊണ്ടേയിരുന്നു. അപ്പം പല രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നു, പിന്നെയും കെട്ടിപ്പിടിക്കുന്നു. ഇപ്പം പിറ്റേന്ന് എല്ലാ പത്രവും എടുത്ത് നോക്കിക്കാണും, ആരും കൊടുത്തില്ല. അപ്പം പത്രക്കാരങ്ങനെ പണി കൊടുത്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കിയേ, നിയമസഭാ അംഗമായിരിക്കുമ്പം ഖത്തറിലെ പരിപാടിക്കകത്ത് സീഷോർ മുഹമ്മദ് അലി എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലക്കാരനായിട്ടുള്ള വലിയ വ്യവസായ പ്രമുഖരുണ്ട്. സീഷോർ മുഹമ്മദ് അലിയും ഇയാളും പിന്നെ റഫീഖ എന്ന് പറയുമ്പോൾ മരിച്ചുപോയി, കേരള ശബ്ദത്തിന്റെ ഗൾഫ് ലേഖകനായിരുന്നു. ഭയങ്കര അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. പുള്ളിയുടെ ഭാര്യ അവിടുത്തെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പുള്ളിയുടെ ഭാര്യ എനിക്ക് നന്നായിട്ട് നല്ല ആത്മബന്ധമുള്ള ഒരു കുടുംബമാണ്, നല്ല സെക്കുലറാണ്, നല്ല കോൺഗ്രസ്സുകാരൻ. ഈ റഫീഖ കൂടെ നിൽപ്പുണ്ടായിരുന്നു. റഫീഖ അന്നത്തെ കാലത്തെ റെക്കോർഡർ യൂസ് ചെയ്യും, ഫോണിന് അതല്ലാതെ മറ്റേ റെക്കോർഡർ ഉണ്ട്, ചൈനയുടെ വോയിസ് റെക്കോർഡർ. എപ്പോഴും പുള്ളിയുടെ പോക്കറ്റിൽ കാണും, അത് നന്നായിട്ട് ക്യാച്ച് ചെയ്യും സൗണ്ട്. അപ്പൊ അവിടെ ഇരുന്നിട്ട് പ്രതാപൻ യൂസഫ് അലിയെ കുറെ ചീത്ത പറഞ്ഞു. ഇത് മുഴുവൻ പുള്ളി റെക്കോർഡ് ചെയ്തു, പുള്ളി കേരള ശബ്ദത്തിനകത്ത് എഴുതി. പക്ഷേ അതേ ചീത്ത പറഞ്ഞ യൂസഫ് അലിയുടെ അടുത്താണ് ഏറ്റവും അവസാനം യൂസഫ് അലിയാണ് ഇയാളുടെ മകളെ പഠിപ്പിച്ചത്, അമൃതയിലാണ് പഠിപ്പിച്ചത്, MBS പഠിപ്പിച്ചത്. മെറിറ്റിൽ എഴുതി കിട്ടിയോന്നുമല്ല, ആലോചിച്ച് നോക്കണം. എൻട്രൻസ് എഴുതി കിട്ടിയല്ല, പൈസ കൊടുത്തതാ. അതിന് എത്ര കൂടി വരും എന്നുള്ളത് ആലോചിച്ച് നോക്കണം. അതിന്റെ മൊത്തം ചെലവ് വെച്ചാൽ യൂസഫ് അലിയാണ്. നാണമില്ലാത്തവനാണ്. എവിടെയും പോയിട്ട് ആലോചിച്ച് നോക്കിയാൽ, CB ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ലക്നൌവിലെ ലുലു മാളിന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ഇങ്ങനെ വന്നപ്പം യൂസഫ് അലി ഇയാളെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ യോഗി ആദിത്യനാഥിനെ കാണുമ്പം ഇയാൾ അമ്പലത്തിൽ പോയിട്ട് ഭഗവാന്റെ മുമ്പിൽ പോലും ഇങ്ങനെ തൊഴുത് കാണത്തില്ല. ഇങ്ങനെ നടുവളച്ചിങ്ങനെ അടിയൻ എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. പ്രതാപന്റെ ബോഡി ലാംഗ്വേജ് ഇത്ര നാണക്കേട്. ഒരു MP ആണ്, തൃശ്ശൂർ MP ഈ നാണക്കേടാ. യൂസഫ് അലി വേണമെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ഇവന് എന്ത് അറിയത്തില്ലല്ലോ. യോഗി ആദിത്യനാഥിന് പ്രതാപനെ അറിയോ? ലോക്സഭയിൽ വല്ല പെർഫോം ചെയ്യുന്നവരെ പ്രേമയം തന്നെ അറിയും, പിന്നെ യോഗി ആദിത്യനാഥിനെ. അങ്ങനെയുള്ള കുറച്ച് പേരെ അറിയും. പ്രതാപൻ എന്തായാലും അറിയത്തില്ലല്ലോ. അപ്പം ഹീറോയെ അറിയും, ജോക്കറെ അറിയും, അറിയത്തില്ല. പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ പറഞ്ഞാണ് എൻ്റെ പിന്നെ ബാല്യക്കാരനാണ്, എൻ്റെ വെട്ടിപ്പിടുത്തക്കാരനാണെന്നാണ് എനിക്ക് യൂസഫ് അലി പറഞ്ഞത്. പിന്നെ ഹിന്ദി ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് പറഞ്ഞ് സംസാരിച്ച മനസ്സിലായി കാണുന്നത്. ഇതാണ് പ്രതാപൻ. ബാക്കിയുള്ളവരെ പിന്നെ ഷാഫിയൊക്കെ എന്താണെന്നുള്ളത് ഇപ്പം നമുക്ക് തെളിഞ്ഞല്ലോ. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പാണ് ഷാഫി എന്താണെന്നുള്ളത് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത്, മാങ്കൂട്ടത്തിൽ എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തത്. ബലറാം എന്താണെന്നുള്ളതിന് മുമ്പേ ആൾക്കാർക്ക് ബോധ്യപ്പെട്ടതാണ്, അത് തലക്കാർക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടതാണ്. കഴിഞ്ഞ വീട്ടിലിരിക്കേണ്ടി വന്നു. ഇതിനകത്ത് പിന്നെ ഈ ഷാജി അതിനകത്ത് എങ്ങനെയോ പെട്ടുപോയതാണ്. അത് പിന്നെ പുള്ളിയെ തിരുത്തി പോരുകയും ചെയ്തു. ആ ഗവൺമെന്റിനകത്ത് ഒന്ന് സതീഷിന് ഭയങ്കര കുതിക്കറിവുണ്ടായിരുന്നു. 2011 ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ വരുമ്പം സതീശൻ മന്ത്രിക്കുപ്പായിട്ട് നിൽക്കുകയായിരുന്നു, ധനകാര്യ വകുപ്പ്. കോൺഗ്രസിനകത്ത് അപ്പുറത്ത് തോമസ് ഐസക്കൊക്കെ ഉള്ള പോലെ ഇപ്പുറത്തെ മൻമോഹൻ സിംഗ് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിനകത്ത് ഏറ്റവും വലിയ ധനകാര്യ വിദഗ്ധൻ ഞാനാണെന്ന് സ്വയം ധരിച്ചേക്കുകയാണ്. അപ്പോൾ അങ്ങനെ വലിയ ബുദ്ധിജീവിയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ്. പിന്നെ അത് തന്നെ പുള്ളി തന്നെ മാധ്യമങ്ങളുടെ മുമ്പിലും പറഞ്ഞിട്ടുണ്ട്, പുള്ളിയെ വലിയ ധനതത്വ ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള ആളെന്നുള്ളത്. തോമസ് ഐസക്കുമായിട്ട് പരസ്യമായിട്ട് തോമസ് ഐസക്ക് പോളെ ഇറക്കാന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ കഴിവ് വെച്ച് നോക്കുമ്പം അമർത്യ സെന്നിന് ശേഷം ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് നൊബേൽ പ്രൈസ് കിട്ടാൻ സാധ്യതയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. സാമ്പത്തികം നന്നായിട്ട്, സാമ്പത്തിക ശാസ്ത്രത്തിൽ നല്ല വിദഗ്ധനുമായി, ഇത് തെറ്റൊന്നുമില്ല. ഇപ്പം ഈ PV അൻവർ പറഞ്ഞതിനകത്ത് മീൻവണ്ടിക്കകത്ത് കൊണ്ടുവന്നു പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ മീൻവണ്ടിയുടെ പുറകെ പോയി. പൈസ കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അതിവിദഗ്ധനാണ്. പുനർജനിയൊക്കെ നമുക്കറിയാലോ വിഷയങ്ങളൊക്കെ. അപ്പൊ ഇതിനകത്തൊക്കെ വലിയ പിന്നെ ആ സാമ്പത്തിക വൈദഗ്ധ്യം നന്നായിട്ട്. ഈ റീൽസ് വിപ്ലവം അന്ന് ആരംഭിച്ചതാണ്, 2016 മുതൽ ആരംഭിച്ചേക്കുന്നതാണ്, നെല്ലിയാമ്പതി തുടങ്ങി ആരംഭിച്ചേക്കുന്നതാണ് ഈ റീൽസ് വിപ്ലവം എന്ന് തോന്നുന്നല്ലേ. ഇവരൊക്കെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും പറയുന്ന പോലെ ചിന്താജി റൂമിന്റെ അതേ നിലവാരത്തിൽ നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരാണ്. സ്വന്തം ഇമേജാണ്, പാർട്ടിയുടെ ഇമേജോ ബാക്കിയുള്ള ഒന്നുമല്ല, പാർട്ടിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല. സത്യം പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, ഉമ്മൻചാണ്ടിയുടെ രോഗബാധിതനാവാനും മാനസികമായും ശാരീരികമായിട്ടും ക്ഷീണം സംഭവിക്കുമ്പോഴാണല്ലോ ഈ വൈറസൊക്കെ കയറി വരുന്നത്. അങ്ങനെ തകർത്തതിനകത്ത് സോളാർ നായികയ്ക്ക് ഉള്ളതുപോലെയുള്ള പങ്ക്, PC ജോർജിനുള്ളതുപോലെയുള്ള പങ്ക് പ്രത്യക്ഷത്തിലല്ലെങ്കിലും ഉള്ള ആളുകളാണ് VD സതീശൻ ഉൾപ്പെടെയുള്ളവരെന്ന് ഞാൻ പറയും. കാരണം VD സതീശനൊക്കെ പുള്ളിയെ അത്ര പിന്നിത് മുത്തിയിട്ടുണ്ട്. BM സുധീറിന് പിന്നീട് അതിനകത്ത് ഗിൽറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ മദ്യനയം വന്നപ്പം, ഈ ബാറുകൾ അനുവദിക്കുന്ന വന്നപ്പം, ഇത് സൗദി അറേബ്യയിൽ വരെ ഇത് നിരോധിച്ച സ്ഥലത്ത് ഇഷ്ടം പോലെ വാറ്റുകാരാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ VD സതീശന്റെ കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയക്കകത്തൊരു അദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനം കണ്ടു. അതിനകത്ത് KC ജോസഫിനെയൊക്കെ വളരെ നിശിതമായിട്ട് തന്നെ വിമർശിക്കുന്നു. അതായത് ഇന്ന് വിമർശിക്കുന്ന രീതിയിലൊന്നുമല്ല. ഇന്നിപ്പോ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ ആയിക്കൊള്ളട്ടെ, യുവ നേതാക്കന്മാരായിക്കൊള്ളട്ടെ, തങ്ങളുടെ സീനിയർ നേതാക്കന്മാരെയൊക്കെ വിമർശിക്കുമ്പോൾ ഒരു കുറച്ചൊക്കെ ഒരു ബഹുമാനം കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒരു ബഹുമാനവും ഇല്ലാതെ താനെന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ KC ജോസഫിനെതിരെയൊക്കെ പരസ്യമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ KSUവിനെ, യൂത്ത് കോൺഗ്രസിനെയൊക്കെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം
ഒപ്പം കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്നിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് കെ സി ജോസഫും തിരുവഞ്ചൂരും കെ സി ജോസഫ് ഇന്നും നല്ലൊരു സംഘാടകൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും സ്വയം മാറുന്നതാണ്. മറ്റേ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്ന്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളെ ആ സമയത്ത് വളരെ നിശ്ചിതമായിട്ട് വിമർശിച്ചു എന്ന് പറയുമ്പോൾ ആ വിമർശനങ്ങളൊക്കെ നടത്തിയ ആളാണ് ഇപ്പൊ ഇവിടെ വന്നിരുന്ന അച്ചടക്കത്തെക്കുറിച്ചും നിലപാടുകളെ കുറിച്ചൊക്കെ പറയുന്നത് മനസ്സിലാക്കണം. ബാക്കിയുള്ളവർ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുന്നത്, അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യണ്ട, കാരണം UDF വരാനുള്ള സാധ്യത മുമ്പിൽ നിൽക്കുമ്പോൾ അത് ഇല്ലാതാക്കരുത്, ഞങ്ങളുടെ ഒരു നോക്കുകൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ഇല്ലാതാക്കരുത് എന്ന് ഉള്ളൊരു ധാരണകളുണ്ട്. വലിയ പരസ്യ വിമർശനങ്ങളിലേക്ക് ആരും പോകാത്തത് വലിയ പ്രതിഷേധമുണ്ട് കോൺഗ്രസിനകത്ത്. നമ്മൾ നിരന്തരമായിട്ട് ആൾക്കാരായിട്ട് ബന്ധപ്പെടുന്നല്ലേ, സിപിക്കും അറിയാൻ ഒരുപാട് ആൾക്കാർ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഈ 2016 ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടാമത് വരാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു ഒരു സംശയമില്ലല്ലോ. കാരണം 2016 രമേശ് ചെന്നിത്തല തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും കോൺഗ്രസ് നേതൃത്വത്തെയൊക്കെ സ്വാധീനിച്ച് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുക എന്നൊരു വലിയ ലക്ഷ്യം VD സതീശൻ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടായെന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 2011 മന്ത്രിസഭയിലോട്ട് ധനകാര്യ മന്ത്രിയുടെ കുപ്പായൊക്കെ ഇട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ മന്ത്രിസഭ വന്നപ്പോൾ സതീഷിനെ അടുപ്പിച്ചില്ല. സതീഷിനെ അടുപ്പിക്കാതിരുന്ന ഉമ്മൻചാണ്ടിക്ക് സതീഷിൻ്റെ എല്ലാ തരികടകളും അറിയാം. ആ മനുഷ്യൻ ഇതെല്ലാം നിരീക്ഷിക്കുന്ന ആരെ ഉൾപ്പെടുത്തേണ്ട. ഒരു ഘട്ടത്തിൽ ആന്റണി മാറി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് മുന്നണിക്കകത്ത് തുടർച്ചയായിട്ട് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ബാലകൃഷ്ണപിള്ളയും TM ജേക്കബിനെയും ക്യാബിനറ്റിലെടുത്തില്ല. ഉമ്മൻചാണ്ടി ചില സ്ഥലത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കും. കരുണാകരൻ്റെ മന്ത്രിസഭയിൽ നിന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി സ്ഥാനം പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോന്നിട്ട് കരുണാകരൻ അട്ടിമറിക്കപ്പെടുമ്പോൾ തിരിച്ച ക്യാബിനറ്റിലോട്ട് ഉമ്മൻചാണ്ടി പോയില്ല. ആന്റണി അങ്ങനെ അധികാരമോഹമില്ലാത്ത നിസ്വാർത്ഥനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഉമ്മൻചാണ്ടി. മറ്റൊന്നാലോചിച്ച് നോക്കണം, ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോഴും ഈ ചാണ്ടി ഉമ്മൻ ഡൽഹിയിൽ സെൻറ്റ് സ്റ്റീഫൻസ് പഠിക്കുമ്പോഴും ബാക്കിയുള്ളതിലൊക്കെ KSUവിൻ്റെ നല്ല സജീവ പ്രവർത്തകനായിരുന്നു. ചാണ്ടി ഉമ്മൻ എടുത്ത പണി വെച്ച് തന്നെ ചാണ്ടി ഉമ്മൻ അന്ന് തന്നെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവാനൊക്കെ യോഗ്യനാണ്. പക്ഷേ ചാണ്ടി ഉമ്മനെ ആ രീതിയിൽ കൊണ്ടുവരാതിരുന്നത് ഉമ്മൻചാണ്ടിയാണ്. ബാക്കിയുള്ളവരെല്ലാം മക്കളെ കൊണ്ടുവന്നില്ലേ? അത് കൊണ്ടുവന്ന സ്ഥിതിക്ക് ചാണ്ടി ഉമ്മനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എൻ്റെ കെയർ ഓഫിലാണെന്നുള്ളത് വരുമെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി. ഉമ്മൻചാണ്ടിയാണ് ചാണ്ടി ഉമ്മനെ മാറ്റി നിർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവുകളുണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ളതല്ലോ ചാണ്ടി ഉമ്മൻ്റെ കഴിവ്. അത്ര കണ്ട് ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. അധികാരമോഹം ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിക്ക് സതീഷിനെ എൻ്റെ ക്യാബിനറ്റിൽ വേണ്ട എന്ന് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവണമല്ലോ. ആ കാരണം എന്താണെന്നുള്ളത് തന്നെ നോക്കിയാൽ മതി. സതീശൻ എന്താണെന്ന് ഉമ്മൻചാണ്ടി ആൾക്കാരെ പഠിക്കുന്ന ആളാണ്. അപ്പം മാറ്റി നിർത്തിയതിന് വലിയ കൃത്യമായിട്ടുള്ള റീസണുണ്ട്. ആ നിർത്തുമ്പം അതിൻ്റെ പക സതീശനുണ്ട്. അതാണ് 2016 തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ഉമ്മൻചാണ്ടിക്കെതിരെ വരെ എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചവർ. ഈ സുധീരനെയും തെറ്റിദ്ധരിപ്പിച്ച് സുധീരനെ കൊണ്ടും ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സോളാർ വിഷയത്തിൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞു. കാരണം സോളാർ വിഷയത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്? ഒന്നും നടന്നിട്ടില്ല. ഒരു പ്രൊജക്ട് പോലും. ഒരു വനിതാ സംരംഭക തന്റെ ഒരു സ്ഥാപനത്തിൽ ഷെയർ നൽകാമെന്നും അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി നൽകാമെന്നും ഈ ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ കുറേ കള്ളപ്പണക്കാരുടെയും കുറേ കച്ചവടക്കാരെയൊക്കെ പറ്റിച്ചു. അതിൽ പോലീസ് കേസെടുക്കുന്നു. ഈ പോലീസ് കേസെടുത്ത് കൃത്യമായിട്ട് അന്ന് ഭരിച്ചിരുന്ന ഈ കേസെടുക്കുമ്പോഴൊക്കെ ഉമ്മൻചാണ്ടിയായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് വിചാരിക്കണം. അതേസമയം ഇന്ന് വേറെ ആരെങ്കിലുമൊക്കെയാണ് ആ സ്ഥാനത്തിരിക്കുന്നതെങ്കിൽ ആ മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന കേസൊക്കെ എന്നെ അട്ടിമറിക്കപ്പെട്ടു പോകുമായിരുന്നു. എത്ര സത്യസന്ധമായിട്ടാണ് അന്ന് അന്വേഷണങ്ങൾ നടന്നിട്ടുള്ളത്. അത്രയും സത്യസന്ധമായിട്ട് അന്വേഷണം നടന്നിട്ടും മുഖ്യമന്ത്രി ആയിരുന്നിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിനെതിരെ ഇതേപോലെയുള്ള ഒരു സോളാർ അഴിമതി കേസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അന്നത്തെ ഈ ഹരിത MLA-മാർക്കാണ്. ഈ കൃത്രിമത്വം മനസ്സിലും മുഖത്തുമൊക്കെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ, സംശയമൊന്നുമില്ല. MI ഷാനവാസ്, അന്തരിച്ചു പോയ മുൻ വയനാട് MP MI ഷാനവാസ് വളരെ ശക്തമായിട്ട് ഇവർക്കെതിരെ വിമർശിച്ചിട്ടുണ്ടല്ലോ. ഹരിത MLA-മാരെന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുന്നത് വൃത്തികേടാണ്. സതീശനാണെന്നല്ലോ അതിൻ്റെ നേതാവ് ഇത് ഉണ്ടാക്കിയെടുത്തു. ബാക്കിയുള്ളവരെല്ലാം സതീഷിന്റെ കെണി പോയി ചാടിയതാ. അപ്പം KM ഷാജി അതിൽ നിന്ന് പെട്ടെന്ന് ഇത് ശരിയാവുന്ന പോകുന്ന വഴിക്ക് ഈ വണ്ടിക്കകത്ത് പോയാൽ ശരിയാവത്തില്ല, ഉള്ളി ഇറങ്ങി വഴിയിൽ. അതേപോലെ തന്നെ മുരളീധരൻ ആ സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്കെതിരെ. ഹരിത MLA-മാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നിപ്പോൾ നമ്മൾ ഈ ടോപ്പിക് എടുത്തപ്പോൾ ഞാനതൊക്കെ റെഫർ ചെയ്തു. അപ്പോൾ ഇവരുടെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഹരിത MLA എന്നൊക്കെ ആത്മാഭിമാനത്തോടെ അവകാശപ്പെടാൻ പറ്റുന്നത് ടി തോമസിനായിരുന്നു. അങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിനകത്ത് ഇവിടെ ഇവർക്ക് ഈ ഷോ ഓഫ് നടത്തുക, കാട്ടിക്കൂട്ടൽ നടത്തുക, പ്രകടനപരതയായിരുന്നു. VD സതീശൻ 2016 മന്ത്രിസഭ വരരുത് എന്നതും VD സതീശൻ ഒരുപാട് ലോങ് ടൈം പ്ലാനാണ്. സിബി പറഞ്ഞു തന്നെയാണ്. അതായത് 2021 ഒരു ടൈം LDF കഴിഞ്ഞാൽ പിന്നെ ഒരു ടൈം UDF-നാണല്ലോ പുട്ടുനാങ്ങിയിട്ട പോലെ. അപ്പോൾ ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മികവും കൊണ്ട് സോളാർ നായികയുടെ ആരോപണങ്ങൾക്ക് പോലും പിന്നിൽ
PC ജോർജ് മാത്രമല്ല, PC ജോർജോ പിന്നെ CPM കേന്ദ്രങ്ങളും മാത്രമല്ല, പിന്നെ ഗണേഷ് കുമാറും മാത്രമല്ല, സതീഷിനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മഞ്ചേശ്വരം തൊട്ട് പാറശാല വരെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും പേര് വിളിച്ചു പറഞ്ഞു. കാരണം വഴി കൂടെ കാണുന്നവരെയും പോകുന്നവരെയും എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പേര് പറഞ്ഞു. ആരുതാ പറയാത്ത? കേസിയുടെ പേര് പറഞ്ഞു, അടൂർ പ്രകാശിന്റെ പേര് പറഞ്ഞു, പിന്നെ BJPക്കാരുടെ പേരുകൾ പറയുന്നു, ബാക്കിയുള്ളവരുടെ പേരുകളെല്ലാം പറയുന്നു. എല്ലാം പറഞ്ഞിട്ട് പാവം ഉമ്മൻചാണ്ടിയുടെ പേര് വരെ വിളിച്ചു പറഞ്ഞു. ഹൈബിയുടെ പേര് പറയുന്നു, സതീഷിന്റെ പേര് പറഞ്ഞിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, എല്ലാവരും ചെയ്യുന്ന കൂട്ടത്തിൽ കോൺഗ്രസിനെ മൊത്തം അറ്റാക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സതീഷിന്റെ പേരും പറയണ്ട. എങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് പലതും വെറുതെ പറഞ്ഞാണെന്നുള്ളത് നമുക്കറിയാം. ചിലതൊക്കെ വാസ്തവം ഉണ്ടാവും. പക്ഷേ സതീഷിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിന് സംതിങ് ബിഹൈൻഡ് ദാറ്റ് എന്നുള്ള സാധനമുണ്ട്. കാരണം ബാക്കിയുള്ളവരെല്ലാം ആ സമയത്ത് പിന്നെ കേസിക്ക് CM സ്ഥാനം ക്ലെയിം ചെയ്യാൻ പറ്റില്ല, അടൂർ പ്രകാശിന് പറ്റില്ല, ബാക്കിയുള്ളവരെല്ലാം സൈഡാക്കി. പിന്നെ അങ്ങനെ വരുന്ന സമയത്ത് വല്ല ചുളുവിലും കയറി പോകാന്നുള്ള കണക്കൂട്ടലിൽ ഇത്തവണ LDF അങ്ങ് വരട്ടെ. ഞാൻ പറയുന്നത് അത് മാത്രമല്ല, 2016 തുടർഭരണം കിട്ടാതിരിക്കാൻ UDFന്റെ കാരണം ഇപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഘടകങ്ങളുണ്ടായിരുന്നു. പിന്നെ കേരളം കണ്ട് ശീലിച്ച രാഷ്ട്രീയമുണ്ട്. പക്ഷെ ഒന്ന് തകർത്തിടുക, പിന്നെ അടുത്ത ടൈമിലേക്ക് നോക്കാം. പിന്നെ അതേ മാത്രമല്ല, ഉമ്മൻചാണ്ടിയോട് മാത്രമല്ല ചെയ്തത്. 2016 തൊട്ട് 21 വരെ പ്രതിപക്ഷത്തിരിക്കുമ്പം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾക്കകത്ത് സപ്പോർട്ട് ചെയ്തിട്ട് എത്ര പ്രസംഗങ്ങളിൽ പെർഫോം ചെയ്തിട്ടുണ്ട് സതീശൻ. അതും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രതിപക്ഷ നേതാവിനെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ പുള്ളി ഒരു കാര്യത്തിന് ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അതിനെ ഇതിനകത്ത് തന്നെ നിന്നിട്ട് ദുർബലപ്പെടുത്തുന്ന പ്രവൃത്തി എടുത്തു. അപ്പം എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല ഒന്നിനും കൊള്ളത്തില്ലെന്ന് വരുത്തുക. ഉമ്മൻചാണ്ടി പിന്നെ ഇനിയിപ്പോൾ ഞാൻ മുഖ്യമന്ത്രി ആവാനുമില്ല, പ്രതിപക്ഷ നേതാവ് ആവാനുമില്ലെന്ന് പറഞ്ഞ് മാറി പുതുപ്പള്ളി MLA മാത്രമായിട്ട് തുടർന്നു. ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചിരുന്നെങ്കിലും ഉമ്മൻചാണ്ടിക്ക് വീണ്ടും ക്യാബിനറ്റ് റാങ്കിൽ പ്രതിപക്ഷ നേതാവാകായിരുന്നു. ഇതിനുള്ള തടസ്സം രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ഒന്നിനും കൊള്ളാത്ത എന്നുള്ള ഈ പ്രചാരണം നടത്തിയത് മുഴുവൻ. കാരണം മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണം, PR വർക്ക് എങ്ങനെ നടത്തണം, ഒരാളെ എങ്ങനെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് സതീഷിന് നന്നായിട്ട് അറിയാം. സതീഷിന് സ്വാധീനമുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെ മുഴുവൻ അങ്ങനെ പലയിടത്തും സമീപിച്ചു എന്നുള്ളത് പലരും നമ്മളോട് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ മാർഗ്ഗങ്ങളെല്ലാം ഉപയോഗിച്ച് രമേശ് ചെന്നിത്തല ഒന്നിനും കൊള്ളാത്തവൻ, ആ മനുഷ്യൻ കൊണ്ടുവന്ന കേസുകളാണ് ഇപ്പോഴും നടക്കണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്നൊരു മഹാപ്രസ്ഥാനം അത് നിലനിൽക്കണം. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ BJPയും വേണം, CPM വേണം, കോൺഗ്രസും വേണം. നമ്മളൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്രയോ വലിയ പാരമ്പര്യമുണ്ട്, എത്രയോ ചരിത്രമുണ്ട്, എത്രയോ സാധാരണ മനുഷ്യർ അവരെ ജീവൻ ബലിയർപ്പിച്ചുണ്ടാക്കിയത്. അതൊക്കെ നിലനിൽക്കുമ്പോൾ ഈ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ ബലിയടിക്കുന്ന അവസ്ഥയിലേക്ക് ഏതവർ പോയാലും, ഏത് പാർട്ടിക്കകത്ത് പോയാലും അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ്. സതീഷിന് അടുത്ത പ്രാവശ്യം മന്ത്രിയൊക്കെ ചിലപ്പോൾ UDF വന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം കൊടുക്കും. അതിനൊക്കെ ഞാൻ പറയുന്നത് ഇത്രയും തുടർച്ചയായിട്ടൊക്കെ പിന്നെ പറവൂരിന്ന് വീണ്ടും വിജയിച്ചു വന്നാൽ തുടർച്ചയായിട്ടൊക്കെ മത്സരിച്ച് വിജയിച്ചു വരുമ്പം പലരും ഇതിനേക്കാളും കൊള്ളാത്ത മന്ത്രിമാരുണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ സതീഷിന് അതൊക്കെ നന്നായിട്ട് ശോഭിക്കാനും പറ്റും. മന്ത്രിയൊക്കെ ആയിക്കോട്ടെ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്നും സതീഷിനെ ഒരു കാലത്തും, അത് കേരളത്തിൽ ഏറ്റവും വലിയ ശാപമുള്ള, കേരളത്തിൽ ഏറ്റവും വലിയ മോശപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് സതീശൻ മാറും.